എന്താ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ ഒരു ദിൻ, വഅലാ ആലി മുഹമ്മദിൻ രണ്ട് ദി, കമാ സ്വല്ലൈത അലാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ ഒരു മാ, വഅലാ ആലി ഇബ്രാഹിമ രണ്ട് മാ, ഇന്നക ഹമീദുൻ മജീദുൻ രണ്ട് ദുൻ. അപ്പൊ സ്വലാത്ത് ചൊല്ലണ്ട ദിന്ദിമ്മാമ ദിന്ദിമ്മാമ ദുൻദുൻ യാ അല്ലാഹ്. സ്വലാത്തിന്റെ ക്വാളിറ്റി നിങ്ങൾ അംഗീകരിക്കോ? പുരോഹിതന്മാരെ നിങ്ങൾ എവിടേക്കായി സമുദായത്തെ കൊണ്ടുപോണത്? അള്ളാഹുവിലേക്ക് അടുക്കാൻ റസൂൽ പഠിപ്പിച്ച വളരെ നല്ല കലിമത്താനി ഹബീബത്താനി ഇല റഹ്മാൻ വഖഫീഫത്താനി അലൽ ലിസാൻ വസകീലത്താനി ഫിൽ മീസാൻ. റസൂൽ പഠിപ്പിച്ചാണെന്ത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. പക്ഷേ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പൊ മുസ്ലിയാക്കന്മാര് പുതിയ ദിക്റ്, പുതിയ റാത്തീബ് എന്താ? കണ്ടോളി, സുന്നാ മക്കി റാത്തീബ്. ഞാൻ ഇട്ട പേര് നിങ്ങളൊന്ന് കണ്ടോളി. ആ റാത്തീബ് അപ്പോ ഇത് അള്ളാഹുവിനെ കൊള്ള അടുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഷാദുലി റാത്തീബാണ്. ഇതിന് ഞാൻ കൊടുത്തൊരു പേരുണ്ട്, ദേഷ്യപ്പെടണ്ട, സുന്നാമക്കി റാത്തീബ്. വയറിളക്കല്ലാത്തവന് സ്തംഭനുള്ള മനുഷ്യന്മാര് ഇതിലൊന്ന് പങ്കെടുത്തിട്ട് മുസ്ലിയാക്കന്മാരെ കൂടാണ് പോയി ഇതിനെ പങ്കെടുത്ത് പോയിട്ടാണ് ഇരുന്നോർത്ത ഒരു കുഴപ്പമില്ല. ഒരു സുന്നാമക്കും വേണ്ട, ബാലസ്വതിയും വേണ്ട. സുന്ന ആ സൈസ് റാത്തീബ്. അത് മനുഷ്യന്റെ അവയവങ്ങൾ മുഴുവൻ ഒടിച്ചു തൂക്കുന്ന പിരാന്തൻ റാത്തീബ് ഇസ്ലാമിനുണ്ടോ? ഇസ്ലാമിനുണ്ടോ? അരപ്പിന് ലൂസുള്ള മനുഷ്യന്മാരിൽ അതൊക്കെ ചെല്ലിയെടുക്കുക അല്ലേ സഹോദരങ്ങളെ? ഇതല്ലേ ഈ തരത്തിലായിരുന്നു ഈ മുസ്ലിം സമുദായത്തിന്റെ നായകത്വം നയിക്കുന്ന ആളുകളുടെ അവസ്ഥ. ഇസ്ലാമിക പ്രസ്ഥാനം കടന്നു വരുന്ന കാലഘട്ടത്തില് നമുക്കറിയാം, ഇതുപോലെ തന്നെ ഇവിടെ കരാമത്തിന്റെ പേരിൽ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരുപാട് ഔലിയാക്കന്മാര് പുതിയ വേഷം ധരിച്ച് പുതിയ രൂപത്തില് നടന്നിരുന്നു. അവരൊക്കെ പിടിച്ചിട്ടാണ് ഇന്ന് പല ജാറങ്ങളും പൊന്തിയിട്ടുള്ളത് അല്ലേ? മുനമ്പത്ത് ബീബിന്റെ ജാറം, അതേപോലെ വേങ്ങര കോയപ്പാപ്പ, അതേപോലെ തന്നെ അടുത്ത കാലത്ത് കുപ്പസ്വാമി എന്ന ഓച്ചിറപ്പാപ്പ, അങ്ങനെ തുടങ്ങി പല ജാറങ്ങളും ഇന്ന് നമ്മുടെ നാട്ടില് ഊരും പേരും അറിയാത്ത, മുസ്ലിമാണോ അമുസ്ലിമാണോ മനുഷ്യനാണോ മൃഗമാണോ എന്നുപോലും അറിയാത്ത പല മഖബറകളും ഇവിടെ പൊന്തിയിട്ടുണ്ട്. അതിന്റെ പേരിലൊക്കെ പല തരത്തിലുള്ള ഉറൂസുകളും നേർച്ചകളും നടക്കാറുണ്ട്. ആ മഖബറൊന്നും ഇല്ലെങ്കിലും പലതരത്തിലുള്ള റാത്തീബുകളും നേർച്ചകളും ഒക്കെ നടത്താറുണ്ട് ഇന്നും അല്ലേ? ഈ പ്രദേശത്തും അത്തരത്തിലുള്ളതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ ഇസ്ലാം പഠിപ്പിക്കാത്ത ആദർശങ്ങളാണ്, ആചാരങ്ങളാണ്. അതിവിടെ കൂലി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോയാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് കേട്ടോ, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാല അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യഹ്സിനൂന സുൻആ. തിന്നാൻ അവിടെ കിട്ടിയെന്ന് വരും, അതേപോലെ തന്നെ ഇതേപോലുള്ള ആട്ടുംപാട്ടൊക്കെ അവിടെ കണ്ടിന്ന് വരും.
ചിലപ്പോൾ റാത്തീബ് അദ്ദാദ് നല്ല ദിക്റാന്നൊക്കെ തോന്നിയതും, പക്ഷേ അതെല്ലാം അഡ്രസ് ഇല്ലാത്ത പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് അമലുകൾ ചെയ്ത് നഷ്ടം പറ്റിയ മനുഷ്യന്മാർ ആരാണെന്നറിയോ? ദുനിയാവിലെ വല്ല പ്രവർത്തനങ്ങൾ പാളിപ്പോയതാണ് കാരണം. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്.